ഹായ്, ഇറ്റ്സ് മീ അക്ഷയ്. ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചാറ്റ് ബോക്സിലോ അതുപോലെ തന്നെ പേഴ്സണലായിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളാണ്. വെയിറ്റ് ലോസ് ജേണി ചെയ്യുന്നവരുണ്ട്, വെയിറ്റ് ഗെയിൻ ജേണി ചെയ്യുന്ന ആൾക്കാരുണ്ട്. രണ്ട് കൂട്ടരും പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ല. മാസങ്ങളായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ റിസൾട്ട് കിട്ടുന്നില്ല. ഈ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരോട് നമ്മളൊന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ചെയ്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഡയറ്റ് ഓക്കെ ആണോ? ഇപ്പോൾ ഒരു പറയും ഡയറ്റ് ഓക്കെ ആണ്, ഞങ്ങളുടെ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ തന്ന ഡയറ്റ് അനുസരിച്ചാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഓക്കെ, അത് ഒരൊക്കെ ഓക്കെയാണ്, അവർ ധരിച്ച് വെച്ചേക്കുന്ന, അവർ ഫോളോ ചെയ്യുന്ന അവരുടെ വ്യൂ അനുസരിച്ച് അത് ക്ലിയർ ആണ്. പക്ഷേ അവർ കഴിക്കുന്ന അളവ് നമ്മളൊന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു റൈസ് അവർ ഇൻടേക്ക് ചെയ്യുന്നെങ്കിൽ ഓവറോൾ ഒരു ദിവസം നിങ്ങൾ എത്ര ഗ്രാം റൈസ് ഇൻടേക്ക് എടുക്കുന്നു ചോദിച്ചാൽ അവർ കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാകത്തില്ല. ഇൻസ്ട്രക്ടർ കൊടുത്ത് ചിലപ്പോൾ ആ ഒരു പേപ്പറിലോ അവരുടെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തൊരു ഇമേജിലോ കൃത്യമായിട്ട് ഉണ്ടാവും, പക്ഷേ അവർ കഴിക്കുന്ന അളവിൽ അത് കൃത്യതയില്ല. കാര്യം വെച്ചാൽ അവർക്കത് മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ അവരുടെ കയ്യിലില്ല. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഫിറ്റ്നസ്സിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഗെയിൻ ജേണിയോ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ജേണിയോ ചെയ്യുന്നവർ ഉറപ്പായിട്ടും വാങ്ങേണ്ട ആദ്യത്തെ ഒരു സംഭവമാണ് മിനി വെയിറ്റ് സ്കെയിൽ മെഷീൻ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഹെൽത്ത് സെൻസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മിനി വെയിറ്റ് സ്കെയിൽ മെഷീനാണ്. നോർമൽ ഒരു 300 മുതലൊക്കെ നമുക്ക് മിനി വെയിറ്റ് സ്കെയിൽ മെഷീൻ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പേഴ്സണലായിട്ട് അയച്ചു തരാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആവശ്യത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, നമ്മൾ ഓവറോൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഫുഡ് അതിൻ്റെ ഇൻടേക്കിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കഴിക്കുന്ന അളവ്, ഒരു വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അതിൽ ആ ഒരു പ്രോസസ്സിലുള്ള ഒരു വ്യക്തി കഴിക്കുന്ന ഫുഡ് കൂടിപ്പോയാൽ അവിടെ റിസൾട്ടിനെ ബാധിക്കും, അല്ലേ? വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരെ പോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാർ കഴിക്കുന്ന ഫുഡ് അവർക്ക് വേണ്ടതിന് അത്രയും കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെയും നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് എന്താണോ അത് മെഷർ ചെയ്ത് കഴിക്കേണ്ട ആവശ്യകത വളരെ വലുതാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച്, നിങ്ങൾ കൃത്യമായിട്ട് കഴിക്കുന്ന അളവ് ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ ചേഞ്ച് നിങ്ങൾക്ക് വീക്ക്ലി ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, വീക്ക്ലി നിങ്ങളുടെ വെയിറ്റിലുണ്ടാകുന്ന ചേഞ്ച് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് അത്, നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇതേപോലുള്ള ഫിറ്റ്നസ് റിലേറ്റഡുള്ള വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.